പൊസസീവ് ആവുന്നത് സ്നേഹ കൂടുതൽ കൊണ്ട് സംഭവിക്കുന്നതാണോ? ഐ ഷെയർ സംതിങ് ഫ്രം മൈ ഓൺ എക്സ്പീരിയൻസ്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ പൊസസീവ്നെസ് കാരണം നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. +2 കഴിഞ്ഞിട്ടാണ് ഞാൻ ഉക്രൈനിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി അവിടെ പോകുന്നത് കൊണ്ട് തന്നെ വി ആർ ആക്ച്വലി ബിൽഡിങ് എ സെക്കൻഡ് ഹോം ദെയർ. അതുകൊണ്ട് തന്നെ അവിടെയുള്ള എൻ്റെ ചില ഫ്രണ്ട്സുമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയി. ഈ അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞപ്പം എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ബിഫോർ ദാറ്റ് ഐ വാസ് എ പേഴ്സൺ ഹു ട്രൂലി എൻജോയ്സ് ദ സെൽഫ് കമ്പനി. എൻ്റെ സെൽഫ് കമ്പനി എൻജോയ് ചെയ്തിരുന്ന സെൽഫായിട്ട് ഇരിക്കാനും സെൽഫായിട്ട് ഇരുന്ന് പാട്ട് പാടാനും നേച്ചറുമായിട്ട് കണക്ട് ചെയ്തിരിക്കാനൊക്കെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. പക്ഷേ ഈ ഓവർ അറ്റാച്ച്മെൻറ്റ് വന്നപ്പം എൻ്റെ ഉള്ളിൽ കുറച്ച് ഫേക്ക് ആയിട്ടുള്ള ബിലീഫ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. വിച്ച് വാസ്, നമ്മൾ നല്ല തിക്ക് ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരുമിച്ച് ഉണ്ടാവണം, എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യണം, നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് അത്ര ബെറ്റർ ആയിട്ടുള്ള സംഭവമല്ല, എപ്പോഴും നമ്മൾ ഒരുമിച്ച് ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് ആ ഒരു കണക്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മളെപ്പോഴും അങ്ങനെയല്ലേ വേണ്ടത് എന്നുള്ള കുറേ ഫേക്ക് ആയിട്ടുള്ള ബിലീഫ് എൻ്റെ ഉള്ളിൽ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പം ഞാൻ എൻ്റെ സെൽഫുമായിട്ട് കണക്ട് ചെയ്തിരുന്ന ടൈമൊക്കെ മാറ്റി വെച്ചിട്ട് എപ്പോഴും ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് കണക്ട് ചെയ്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ചിലർക്കെങ്കിലും തോന്നിയേക്കാം അതൊരു നല്ല കാര്യമല്ലേ ഫ്രണ്ട്സുമായിട്ട് എപ്പോഴും കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഗ്രാജുവലി എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഞാൻ ഓവറായിട്ട് അറ്റാച്ച്മെൻ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ അവരിൽ നിന്ന് ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നു. ഈ ഓവർ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റിയില്ല. ഒബിയസ്ലി ലോകത്ത് ഒരാൾക്കും നമ്മൾ എക്സ്പെക്ടേഷൻ കംപ്ലീറ്റ്ലി മീറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് പറ്റൂല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഗ്രാജുവലി ഐ ഫെൽറ്റ് ലൈക്ക് ഓക്കെ, അവരെന്നെ അവോയ്ഡ് ചെയ്യാണോ, അല്ലെങ്കിൽ അവർ ഇന്ന കാര്യം ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞില്ലല്ലോ, ഇന്ന സംഭവങ്ങൾ ഇന്ന ഇടത്തേക്ക് പോയപ്പോൾ എന്നെ വിളിച്ചില്ലല്ലോ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഹ്യൂജ് പോസസീവ്നെസ് നേച്ചറിലോട്ട് എന്നെ എത്തിച്ചു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്താണെന്നറിയോ? ഒന്ന്, നമ്മളെ ചുറ്റുമുള്ള ആളുകളെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. ഞാൻ എപ്പോഴും പ്രൗഡ്ലി പറയുന്ന ഒരു സംഭവമാണ്. എൻ്റെ കൂടെയുള്ള ഞാൻ അടക്കമുള്ള എൻ്റെ ചുറ്റുമുള്ള ഫ്രണ്ട്സ് എന്ന് പറയുന്നത്, നമുക്ക് ദേഷ്യം വരും, കുറേ കാര്യങ്ങളിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ ഒരിക്കൽ പോലും നമുക്ക് അപ്പോൾ തോന്നുന്ന ഒരു ഫീലിങ്സ് വെച്ചിട്ട്, അപ്പോൾ തോന്നുന്ന ഒരു ഇമോഷൻ തോട്ട്സ് വെച്ചിട്ട് കംപ്ലീറ്റ്ലി നമ്മളെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ട് പോകുന്ന ആളുകളായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആക്ച്വലി ഐ വാസ് ട്രൈങ് ടു റിഫ്ലെക്ട് വൈ ആം ഐ ഫീലിംഗ് ദിസ്. ലിറ്ററലി അറ്റ് ദാറ്റ് ടൈം I was literally crying on my prayer mat and asking, oh Lord, I know this is not good. ഈ സംഭവം തോന്നുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം. കാരണം ഇത് സെയിം വേ എന്നെയും എൻ്റെ ഫ്രണ്ട്സിനെയും ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് എനിക്കിത് മാറ്റാൻ പറ്റുന്നില്ലല്ലോ, എന്തുകൊണ്ടാണ് എനിക്ക് വീണ്ടും ഇത് തോന്നുന്നത്, ഞാൻ ബാഡ് ആയതുകൊണ്ടാണോ എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ആ സമയത്ത് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആഫ്റ്റർ ഇയേഴ്സ് നൗ ഐ ആം എ മൈൻഡ് കോച്ച്. ഞാനൊരു മൈൻഡ് കോച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് എനിക്ക് ആ സമയത്ത് അങ്ങനെ തോന്നിയെന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ കുറച്ച് ഫൈൻഡിങ്സ് ഉണ്ട്. അതിലൊന്നെന്ന് പറയുന്നത്, നമ്മൾ ഈ എത്ര തിക്കായിട്ടുള്ള ഭയങ്കരമുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും, അത് ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ വേറെ ഏത് റിലേഷൻ ആണെന്നുണ്ടെങ്കിലും, അവിടെയൊക്കെ നമ്മളെ സെൽഫുമായിട്ട് കുറച്ച് ടൈം എടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഏറ്റവും സ്ട്രോങ്ങർ ആയിട്ട് ഒരു സ്ട്രെങ്ത് ഉള്ള കണക്ഷൻ നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത് നമ്മളെ സെൽഫുമായിട്ടാണ്. ഇത് പലപ്പോഴും ബിൽഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ സെൽഫ് ടൈം എടുക്കുക, സെൽഫിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് എൻജോയ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. അതൊരിക്കലും ഒരു ബാഡ് ആയിട്ടുള്ള സംഭവമല്ല. അതിനർത്ഥം നമുക്ക് അവരോട് സ്നേഹമില്ലാന്നോ അവരായിട്ടുള്ള കണക്ഷൻ കുറഞ്ഞുവെന്നോ എന്നൊന്നുമല്ല. നമ്മളെ സെൽഫിനെ ടേക്ക് കെയർ ചെയ്യാതെ, സെൽഫുമായിട്ടുള്ള കണക്ഷൻ ബിൽഡ് ചെയ്യാതെ ഏതൊരു കണക്ഷൻ നമ്മൾ ബിൽഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാലും അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിനിടയിൽ നമുക്ക് ഈ ഓവർ എക്സ്പെക്ടേഷൻസ് വന്ന് ഒന്നെങ്കിൽ ജലസ്, പൊസസീവ്നെസ് ഇതൊക്കെ വന്നിട്ട് അത് ബ്രേക്ക് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുന്ന ആരെങ്കിലും ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടേക്ക് യുവർ സെൽഫ് ടൈം. നമ്മളെ സെൽഫുമായിട്ട് കണക്ട് ചെയ്തിരിക്കാനും സെൽഫുമായിട്ട് എൻജോയ് ചെയ്തിരുന്ന, സെൽഫ് കമ്പനി എൻജോയ് ചെയ്തിരുന്ന ഒരു ടൈം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അത് കൂടുതലായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. എങ്ങനെയാണോ നിങ്ങൾക്കത് കണക്ട് ആവുന്നത് ആ ഒരു രീതിയിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക എന്നുള്ളതാണ് ഒരു കാര്യം.